പ്പെടുന്നതിന് മുമ്പ് ശരിക്കും ആ 5 ഉപയോഗപ്പെടുത്തിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹയാതക ഖബ്ല മൗതിക, മരിക്കുന്നതിന്റെ മുമ്പ് ജീവിക്കാൻ അല്ലാഹ് അവസരം തരുന്ന അവസരമൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. എപ്പോഴാ മരിക്കാന്നറിയില്ല. നമുക്ക് ആരെങ്കിലും വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ ഇത്രാം തീയതി വരെ ജീവിക്കും, ഇത്ര മിനിറ്റ് വരെ ജീവിക്കും? ഒരാൾക്കും പറയാൻ കഴിയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയാതക ഖബ്ല മൗതിക, മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, നിന്റെ ഈ ഹയാത്ത് ജീവിതകാലം, അത് നന്മയുടെ മാർഗത്തിൽ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. രണ്ടാമത് പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം നിന്റെ തൊട്ട് പിന്നിൽ വരുന്നുണ്ട്. യുവാക്കളോട് പറയാണ്, ശബാബക, നിന്റെ വാർദ്ധക്യം, നിന്റെ യുവത്വത്തെ നീ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. യുവത്വത്തിന്റെ സമയം അതാണ് മനുഷ്യ ജീവിതത്തിലെ നട്ടുച്ച. ചോരത്തിളപ്പുള്ള, യൗവനത്തിന്റെ തുടിപ്പുള്ള, തിളക്കമുള്ള, ഓജസ്സും തേജസ്സും വിളയാടിക്കൊണ്ടിരിക്കുന്ന, എന്തിനും മനുഷ്യന് ധൈര്യവും ശേഷിയും ക്ഷേമുഷിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ആരോഗ്യത്തിന്റെ ഏറ്റവും നല്ല തുടിപ്പുള്ള കാലഘട്ടം ശബാബ്, യുവത്വം. വിധങ്ങൾ പറയുന്ന, ശബാബക, നിന്റെ യുവത്വത്തെ ആ പ്രായത്തിൽ ശരിക്ക് നീ പണിയെടുത്തോളണം. ഇബാദത്ത് ചെയ്ത് മുതലുണ്ടാക്കാൻ, മുതൽ കൂട്ടാൻ, ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഉയരാൻ. എപ്പോ? ഖബ്ല ഹറമിക, വാർദ്ധക്യം വന്നെത്തുന്നതിന്റെ മുമ്പ്. വൃദ്ധനായി കഴിയുമ്പോ പിന്നെ നീ പലതും ആശിക്കും, പക്ഷെ ചെയ്യാൻ കഴിയൂല. നിസ്കരിക്കായിരുന്നു, പക്ഷെ കാലിന്റെ മുട്ട് വളയുന്നില്ല, ഇരിക്കാൻ വയ്ക്കുന്നില്ല, എണീക്കാൻ ശരിക്ക് കഴിയുന്നില്ല, തശഹൂദിലിരിക്കാൻ കഴിയുന്നില്ല, നോമ്പെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല, രാത്രി നീറ്റ് നിസ്കരിക്കണം എന്ന് താല്പര്യമുണ്ട്, കഴിയുന്നില്ല. വാർദ്ധക്യം വന്നുപോയി. എന്നാൽ യുവപ്രായത്തിൽ ഇതൊക്കെ ചെയ്ത ഒരാൾ വാർദ്ധക്യത്തിൽ എത്തിയിട്ട് സാധിച്ചില്ലെങ്കിലോ അയാൾക്ക് കൂലിയുണ്ട്. അത് ഇസ്ലാമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരുണ്യാണ്. യുവത്വ കാലഘട്ടം അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. വാർദ്ധക്യത്തിലെത്തി അയാൾക്ക് യുവത്വത്തിൽ ചെയ്തിരുന്നത് പോലെ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യമില്ലാതായി, വൃദ്ധനായി പോയി. എന്നാലോ അയാൾക്ക് ആ യുവത്വത്തിൽ ചെയ്തിരുന്നത് പോലെയുള്ള കൂലി ഇത് ചെയ്യാത്ത കാലത്തും അദ്ദേഹത്തിന് ഉണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അപ്പൊ അദ്ദേഹത്തിന് കഴിയാത്തോണ്ടാണ്. കഴിയുന്ന കാലത്ത് അദ്ദേഹം ചെയ്തു. അതിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? വാർദ്ധക്യം വന്നെത്തുന്നതിന്റെ മുമ്പേ നിന്റെ യുവത്വ കാലഘട്ടമാകുന്ന സമയത്ത് നീ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിഹതക ഖബ്ല സുഖ്മിക, രോഗത്തിന് നീ അടിമയായി തീരുന്നതിന്റെ മുമ്പേ നിന്റെ ആരോഗ്യ കാലഘട്ടം നീ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. ആരോഗ്യമുള്ള സമയം രോഗമൊന്നുമില്ല. ഇപ്പോൾ അൽഹംദുലില്ലാഹ് രോഗമൊന്നുമില്ല. എന്നാൽ എപ്പോഴാണ് ഒരു രോഗത്തിന്റെ പിടിയിൽ നമ്മൾ അകപ്പെടുക എന്നറിയില്ല. നമ്മൾ വിചാരിക്കുന്നു എനിക്ക് അസുഖമൊന്നുമില്ല, അള്ളാഹു നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷെ ഒരു ചെക്കപ്പ് നടത്തിയിട്ട് റിസൾട്ട് വരുമ്പോഴാകും നമ്മൾ എന്തൊക്കെയോ രോഗത്തിന് അടിമയാണെന്ന് അറിയാം. അതോടുകൂടെ മനുഷ്യൻ പകച്ചുപോകും, ബേജാറായി പോകും. പക്ഷേ അപ്പോഴേക്ക് അവന്റെ ആരോഗ്യമുള്ള കാലം കഴിഞ്ഞു. അതുകൊണ്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസിഹതക ഖബ്ല സുഖ്മിക, നിനക്ക് രോഗാവസ്ഥ വരുന്നതിന്റെ മുമ്പേ നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. അതുപോലെ തന്നെ ഹദീസിൽ പറയുന്നു, വഗിനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നതിന്റെ മുമ്പ് നിന്റെ സമ്പത്തും നീ ഉപയോഗപ്പെടുത്തിക്കോ. അഥവാ ഇപ്പൊ 4 കാശ് കയ്യിലുണ്ടെങ്കിൽ ഇതിനേക്കാൾ ദുരിതമുള്ള ഒരു ഘട്ടത്തിലേക്ക് നീ പോകുമോ എന്നറിയില്ല. നിന്റെ കയ്യിൽ പണമുള്ള അവസരത്തിൽ ആ പണം നീ ശരിക്കും അല്ലാഹ് പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് നിന്റെ ഈ സമ്പന്നാവസ്ഥ നീ ശരിക്കും നന്മയിലേക്ക് തിരിച്ചുവിട്ടോളൂ. കാരണം ഇനി ഫക്കീറായേക്കാം. ഫക്കീറായി മാറുമ്പോ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, കയ്യിലുണ്ടാവില്ല. അതുകൊണ്ടുള്ള സമയത്ത് കൊടുത്തോളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5ാമത്തെ കാര്യം, ഫറാഗക ഖബ്ല ശുഗ്ലിക, നിന്റെ ജീവിതത്തിൽ ബിസി വരാൻ പോകുന്നുണ്ട്. തിരക്ക് പിടിച്ച ജീവിതം വരുന്നതിന്റെ മുമ്പ് നിനക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ നീ ശരിക്കും പ്രയോജനപ്പെടുത്തിക്കോ. അതാണ് ഫറാഗ്, ഒഴിവ് സമയം. നമുക്ക് എത്ര ഒഴിവ് സമയം കിട്ടുന്നുണ്ട്? ഒഴിവ് സമയം കിട്ടുമ്പോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും വിനോദങ്ങളിലേക്ക് പോകും.
നമ്മുടെ കൈകളിൽ മൊബൈൽ ഫോണുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഒഴിവ് കിട്ടിയാൽ നമ്മൾ അതിലേക്ക് നോക്കും. എന്നാൽ അതിലും നമുക്ക് പുണ്യം നേടാനുള്ള വഴികളില്ലേ? സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് പുണ്യം നേടാൻ വകുപ്പില്ലേ? അതിൽ നല്ല നല്ല കാര്യങ്ങളില്ലേ? ആ നന്മയിലേക്കാണോ ഉപയോഗപ്പെടുത്തുക? അല്ല. നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് ശൈത്താൻ നമ്മുടെ മനസ്സിൽ അതിനോടുള്ള വിരക്തി ഉണ്ടാക്കി തീർക്കും, ആലസ്യം തോന്നിപ്പിക്കും. പരിശുദ്ധ ഖുർആനിന്റെ പഠനം, നല്ലത് കേൾക്കൽ, നല്ലത് വായിക്കൽ, നല്ലത് മനസ്സിലാക്കൽ, അത്തരം ഘട്ടങ്ങളിലൊക്കെ ശൈത്താൻ നമ്മുടെ മനസ്സിൽ വിരക്തി ഉണ്ടാക്കും, വെറുപ്പ് തോന്നിക്കും. അതേ അവസരത്തിൽ അള്ളാഹു വിരോധിച്ചിട്ടുള്ള സംഗതികളിലേക്കാണ് നമ്മുടെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ പൈശാചികമായ നമ്മുടെ മനസ്സിൽ കൃത്യമായ നിലക്കുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ അറിയൂല. 1, 2, 3 ഒക്കെ മണിക്കൂറുകൾ നിരന്തരമായി ഇരുന്ന ഇരിപ്പിൽ 2, 3 മണിക്കൂറുകളാണ് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേ മനുഷ്യന് 10 മിനിറ്റ് തികച്ച് കോട്ട് വായിടാതെ ഉറക്കം തൂങ്ങാതെ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. എവിടെയാ പ്രശ്നം? എവിടെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നത്? ആരാണ് നമ്മുടെ സമയത്തെ കൊല്ലിക്കുന്നത്? ആരാണ് നമ്മുടെ സമയത്തിന്റെ അമൂല്യമായ ആ ഘട്ടത്തെ വഴിതിരിച്ചു വിടുന്നത്? മറ്റാരുമല്ല, ശൈത്താൻ തന്നെയാണ്. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. ശൈത്താൻ അല്ലാഹുവോട് പറഞ്ഞതാണ്, ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ശൈത്താൻ അള്ളാന്റെ മുമ്പിൽ എടുത്ത് പ്രതിജ്ഞയാണ്. നമ്മുടെ കൂടെയൊക്കെ എല്ലാവരുടെ കൂടെ ഉണ്ടല്ലോ ശൈത്താൻ, വളരെ സജീവമായിട്ട് നിലനിൽക്കുകയാണ്. അള്ളാഹിനോടോ പറഞ്ഞു, നിന്റെ നേർവഴിയിൽ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? നല്ല വഴിക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ആ വഴിയിൽ തടസ്സമായിക്കൊണ്ട് ഞാൻ ഇരിപ്പുറപ്പിക്കുക തന്നെ ചെയ്യും. എന്തിന്? അവര് നല്ല വഴിയിലേക്ക് സമയം ചെലവഴിക്കുമ്പോ വേണ്ടാന്ന് പറയാൻ, ചീത്ത വഴിയിലേക്ക് സമയം ചെലവഴിക്കുമ്പോ ചെയ്തോ എന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ മാർഗം സ്വീകരിക്കുന്ന പിശാച് പറഞ്ഞത്? ثم لآتينهم من بين أيديهم. ഞാൻ അവരുടെ മുമ്പിലൂടെ ചെന്നു നോക്കും, അവരുടെ പിന്നിലൂടെ എന്ന് നോക്കും, അവരുടെ വലതുവശത്തുകൂടെ ചെല്ലും, ഇടതുവശത്തുകൂടെ ചെല്ലും. എന്ന് പറഞ്ഞാൽ നാനാവിധത്തിലും ശൈത്താൻ നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകും. ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യം അനുസരിക്കുന്നില്ലെങ്കിൽ ശൈത്താൻ നിരാശയൊന്നുമില്ല. അവൻ രണ്ടാമത്തെ ഒരു വകുപ്പ് വേറൊന്നും നമ്മുടെ മനസ്സിലിട്ടരും. എന്നാ പിന്നെ അത് വേണ്ടെന്ന ഇത് ചെയ്തോ, അതിലും നമ്മൾ വീഴുന്നില്ല, വേറൊരു വകുപ്പ് പറഞ്ഞു തരും, വലത്തു ഭാഗത്തു കൂടി വരും. അതിലും നമുക്ക് താല്പര്യമില്ല, ഇടത്തു ഭാഗത്തു കൂടെ വരും. നാനാവിധേന വന്നിട്ട് അവന്റെ പണി എന്താണ്? വലാ തജിദു അക്സറഹും ശാകിരീന. അവരിൽ ഭൂരിപക്ഷത്തെയും നിനക്ക് നന്ദി ചെയ്യുന്നവരായിട്ട് മാറാതെ നോക്കാനാണ് എന്റെ ഏറ്റവും വലിയ അധ്വാനം ഉണ്ടാവുക എന്നാണ് ശൈത്താൻ പറഞ്ഞത്. നമ്മുടെ ബാധ്യത എന്താണ്? നമുക്ക് അല്ലാഹു സമയം തന്നാൽ ആ സമയത്തോട് കാണിക്കേണ്ട ശുക്ർ എങ്ങനെയാണ്? നിഅമത്ത്, വഖ്താകുന്ന നിഅമത്ത് നമുക്ക് കിട്ടിയാൽ, സമയം എന്ന അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ, ആ അനുഗ്രഹം തന്ന അതിന്റെ ദാതാവായ റബ്ബിനോട് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത് എങ്ങനെയാണ്? ആ സമയം നമ്മൾ ചെലവഴിച്ചുകൊണ്ട് ഏതിൽ? ഫിത്താഅത്തി വൽ അഅമാലി സ്വാലിഹാത്ത്, നല്ല നല്ല കാര്യങ്ങളിൽ ചെലവഴിച്ചുകൊണ്ട്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സമയത്തിന് റബ്ബ് നമുക്ക് ആ സമയം നൽകി അനുഗ്രഹിച്ചതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നന്ദിയും ശുക്റും കൂറും ഒക്കെയുള്ളവരായി തീരേണ്ടത്. അതേ അവസരത്തിൽ നന്ദി കേടാകുന്നത് എപ്പോഴാ? അള്ളാഹു നമുക്ക് ഒരുപാട് സമയം തന്നു, ആ സമയത്തെ നമ്മൾ ഹറാമിലേക്ക് ഇങ്ങനെ ചെലവഴിക്കുക. നമ്മൾ ആലോചിക്കും, വിലപ്പെട്ട നമ്മുടെ സമയം നമ്മൾ എത്രയാ കളയുന്നത്? ഓരോരുത്തരും ഇതാ ഇന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് ആലോചിക്കുക. ഇന്നലത്തെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ അത്രയും മറവിയുള്ളവരാ. ഇന്ന് പുലർന്ന് പ്രഭാതത്തിന്റെ ശേഷം നമ്മൾ എഴുന്നേൽക്കുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണോ എഴുന്നേറ്റത്? ചോദിക്കണം നമ്മളോട്. നമ്മുടെ സമയങ്ങൾ നമ്മൾ എന്തിലേക്കാ കൊണ്ടുപോകുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മോട് പറഞ്ഞത് അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാനാണ്. ആ ദിക്റുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പ്രഭാതത്തിൽ നിന്ന് അങ്ങനെയാണോ എഴുന്നേറ്റത്?
അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സമയങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി, എത്ര മണിക്കൂർ നമ്മൾ പിന്നിട്ടു ഇന്നത്തെ ദിവസം. ഇന്നത്തെ പ്രഭാതത്തിലും നമ്മോട് പറയപ്പെട്ടല്ലോ, ഞാനൊരു പുതിയ ദിവസമാണ്, എന്നെ ഉപയോഗപ്പെടുത്തിക്കോ, എന്നെ നഷ്ടപ്പെട്ടാ പിന്നെ ഞാൻ തിരിച്ചു വരൂല, ശരിക്കും ഉപയോഗിച്ചോ, ഞാൻ പോയാ പിന്നെ വരൂല. നമ്മൾ ഇന്നത്തെ ദിവസം ഏതൊക്കെ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തി എന്ന് ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. അവിടെ അറിയാം നമുക്ക് നമ്മുടെ സമയം കൊണ്ട് നമ്മൾ കളിച്ച കളികൾ. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സമയത്തിന് ഒരു വിലയില്ലാതെ നടക്കണം. കുറച്ചു നേരം കിട്ടിയാൽ അപ്പൊ എന്തെങ്കിലും വെറുതെ വർത്താനം. എത്രത്തോളം നിസ്കാരം കഴിഞ്ഞാൽ ഒരു 3 അസ്തഗ്ഫിറുള്ളവരെ പറയാൻ നമുക്ക് നേരമില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരത്തിൽ എണ്ണിത്തീർത്ത് പറയാൻ നമുക്ക് സമയമില്ല. നമ്മൾ എഴുന്നേറ്റ് പോയി. ശൈത്താൻ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. ശൈത്താൻ നമ്മളെ എഴുന്നേൽപ്പിച്ചു. എന്താ കാരണം എന്നറിയോ? തിരക്ക് തോന്നിപ്പിക്കാൻ നമ്മളെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കാൻ എനിക്ക് സമയമില്ല, ടൈമില്ല, നീറ്റോ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു ലക്ഷം സുബ്ഹാനല്ലാഹ് പറയാനുള്ള സമയം നമ്മൾ പുറത്ത് വെറുതെ നിന്നാലും വേണ്ടില്ല. ഒരു 33 സുബ്ഹാനല്ലാഹ് പറയാനുള്ള സമയം ഇവിടെ ഇരിക്കാൻ ശൈത്താൻ സമ്മതിക്കൂല. ഇതാണ് പറയുന്നത്, നാനാവിധത്തിലും ഞാൻ അവരെ സമീപിക്കുക തന്നെ ചെയ്യും. അത് സമയത്തിന്റെ കാര്യത്തിലും ശൈത്താൻ ഉപയോഗപ്പെടുത്തും. ഇനി ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നഷ്ടപ്പെടുമ്പോഴാണ് ഇതിന്റെ വേദന അറിയാൻ. മരണത്തിന്റെ മലക്ക് നമ്മുടെ സമീപത്തങ്ങട്ട് എത്തി റൂഹിന്റെ പിടുത്തങ്ങട്ട് തുടങ്ങുന്ന നേരത്ത് മനുഷ്യൻ പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. എന്റെ രക്ഷിതാവേ, നീ എനിക്ക് ഒരു അല്പസമയത്തേക്കൊന്ന് പിന്തിച്ചു തരാമോ? കുറച്ച് സമയം ചോദിക്കുക. കുറച്ച് സമയം നീ എനിക്ക് തരുമോ എന്റെ രക്ഷിതാവേ? എന്തിനാണ്? ഫഅസ്സദ്ദഖ, ഞാൻ സദഖ ചെയ്തു കൊള്ളാം, ധർമ്മം കൊടുത്തോളാം. വഅകും മിനസ് സാലിഹീൻ, നല്ല നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ചേർന്നോളാം. ഞാനും സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നോളാം. നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തോളാം. റബ്ബിർജിഊൻ, റബ്ബേ നീ എന്നെ ഒന്ന് മടക്കിത്തായോ. ലഅല്ലി അഅമലു സാലിഹാ, എനിക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, ഒന്ന് സമയം തരുമോ? ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടുപോയ ഒരുപാട് അമലുകളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഒന്ന് ടൈം തരുമോ? കണ്ടോ, സമയത്തിന് വേണ്ടി മനുഷ്യൻ കെഞ്ചും. ഇപ്പൊ ടൈം പാസിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി, നേരം കൊല്ലാൻ വേണ്ടി പല രൂപത്തിലുള്ള ഹറാമുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പുരുഷൻ, ഇതേ സ്ത്രീ, മരണത്തിന്റെ മലക്കവന്റെ സമീപത്ത് വരുന്ന നിമിഷം മുതൽ അവൻ അട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ട് കെഞ്ചിക്കൊണ്ടിരിക്കും, ഒരൽപ്പം സമയം തരാമോ, ഒരൽപ്പസമയം കൂടി എന്നെ പിന്തിച്ചിടാമോ? ഞാൻ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാനാണ്, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, എനിക്ക് സദഖ കൊടുക്കാനാണ്, എനിക്ക് ഖുർആൻ ഓതാനാണ്, എനിക്ക് എന്റെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരൽപ്പസമയമൊന്ന് പിന്തിച്ച് തരുമോ? ചോദ്യമുണ്ട്. കെഞ്ചി അപേക്ഷിക്കുമെന്ന്, റബ്ബിനോട് അപേക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. പക്ഷേ എന്താ മറുപടി ഉണ്ടാകുക? നമ്മൾ ആ കരച്ചിലിനും വിലാപത്തിനും അവിടെ സമയം ചോദിച്ചാൽ സമയം നീട്ടിക്കിട്ടോ? ഇല്ല, സമയം നീട്ടിക്കിട്ടൂല. അത് ലാസ്റ്റ് ബെല്ലടിക്കലാണ്, ലാസ്റ്റ് ബെല്ലടിയാണ്. പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയും, 2 മണിക്കൂർ കൃത്യമായ സമയമുണ്ട്, 2 മണിക്കൂർ കൃത്യമായ സമയമുണ്ട്. ചിലപ്പോ 1.25 മണിക്കൂർ കഴിഞ്ഞാൽ ചില പരീക്ഷാ രീതികളിൽ ഒരു വാണിംഗ് ബെല്ല് കൊടുക്കും. ഒരു വാണിംഗ് ബെല്ല്, ഇനി 15 മിനിറ്റേ ഉള്ളൂ. 2 മണിക്കൂറായ ലാസ്റ്റ് ബെല്ലടിക്കും. എത്ര കെഞ്ചിയാലും, എത്ര അപേക്ഷിച്ചാലും, എത്ര കരഞ്ഞാലും നല്ല ഓർമ്മയുണ്ട്, അതും കൂടി ഞാൻ എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞാൽ തരൂല. അത് മടക്കി കൊണ്ടുപോയി. ജീവിതത്തിന്റെ വാണിംഗ് ബെല്ലുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട നമ്മുടെ ആയുസ്, നമ്മുടെ പ്രധാനപ്പെട്ട സമയം, അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന്റെ ലോകത്തേക്ക് പോകാനുള്ള ടൈമുകൾ നമുക്കായിക്കൊണ്ടിരിക്കുന്നു. വാണിംഗ് ബെല്ലുകൾ കിട്ടിക്കഴിഞ്ഞു.
പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരായത്തിന്റെ ചില തഫ്സീറുകളിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരായത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില മുഫസ്സിരീങ്ങൾ കൊടുത്തൊരർത്ഥമുണ്ട്. ആ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ നേരബാധിക്കലാണ്. കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇവിടെ നിരങ്ങനെ കാണുമ്പോൾ അതാ മുന്നറിയിപ്പ് പോകാനായിട്ടുണ്ട്, മുന്നറിയിപ്പുകാരനാണ്. ജീവിതത്തിന്റെ ഒരുപാട് വാണിംഗ് ബെല്ലുകൾ നമുക്കൊക്കെ പല ഘട്ടങ്ങളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിലൂടെ ഒരുപാട് ആളുകളുടെ ജനാസകൾ വഹിച്ചുകൊണ്ടുള്ള വാഹനം പോകുന്നുണ്ട്. നാം വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിൽ പേജ് കണക്കിന് ഓരോ ദിവസവും ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്ന ആളുകളുടെ ചരമ കോളങ്ങളുണ്ട്. അതിൽ ഇന്ന് പെറ്റ ഉമ്മ പെറ്റ ശിശുക്കളുണ്ട്, ബാലന്മാരുണ്ട്, അതുപോലെ തന്നെ ടീനേജുകാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, വയോവൃദ്ധന്മാരുണ്ട്, നല്ല ആരോഗ്യമുള്ളവരുണ്ട്. അയാൾ മരിച്ചോ എന്ന് കേൾക്കുമ്പോ ഒരിക്കൽ പോലും ഒരു 100 തവണ നമ്മൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരുപാട് മരണവാർത്തകളുണ്ട്. അത്ര ആരോഗ്യമുള്ള മനുഷ്യൻ. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വാണിംഗ് ബെല്ലുകളാണ്. എന്നോട് പറയാൻ നിന്റെ സമയം തീരെയാണ്, നിന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. മനുഷ്യന്റെ ഖൽബിന്റെ ആ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചു നോക്കുമ്പോ നമ്മുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചാൽ ഒരു മിടിപ്പ് ഇങ്ങനെ കേൾക്കാം. ദഖാതു ഖൽബിൽ മർഇ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പ്, അതിന്റെ തുള്ളൽ, അതിങ്ങനെ മനുഷ്യനോട് പറയാണ്, മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളുമാണ് ഞാൻ ഈ തീർത്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഖബറിലേക്കുള്ള വഴിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് തന്നെ മിനിറ്റുകളും സെക്കൻഡുകളും തന്നെ. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ മിനിറ്റുകളാണ്, സെക്കൻഡുകളാണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു സെക്കൻഡ് പോയി, ഖബറിലേക്ക് അടുത്തു. ഒരു മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ അടുത്തു. ഓരോ ദിവസവും നമ്മോട് ഇങ്ങനെ നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്രമല്ലാതെ. നമ്മൾ ഉറങ്ങുമ്പോഴും ഇത് മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കണക്കാക്കിയ മിടിപ്പ് അവസാനത്തെ മിടിപ്പാണ് നിൽക്കും. അപ്പൊ മനുഷ്യൻ വേവലാതിപ്പെടും, ബേജാറാകും. ആ അവസാന സമയത്തിലെത്തുമ്പോ കെഞ്ചി അപേക്ഷിക്കും സമയത്തിന് വേണ്ടി. പക്ഷേ അള്ളാഹുവിന്റെ മറുപടി ഉണ്ടാകും, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് പിന്തിച്ചിടുന്ന പ്രശ്നമില്ല. റബ്ബേ തായോ അല്പം സമയം ഞാനൊന്ന് അമല് ചെയ്യട്ടെ എന്ന് പറയുമ്പോ അള്ളാന്റെ മറുപടി കല്ല, വേണ്ടടാ, ഇന്നഹ കലിമ, അതൊരു വെറും വാക്ക്. നീ വെറുതെ വെറും വർത്താനം പറയണ്ട, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇനി ചെന്ന് കിടക്കാനുള്ള സ്ഥലം ബർസഖാണ്, ഖബറാണ്. ഇങ്ങോട്ട് മടക്കമില്ല. സഹോദരങ്ങളെ, ഇതൊക്കെ എന്തിനാണ് ഞാനും നിങ്ങളും ഓർക്കണം എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാർന്ന് തിന്നുകയാണ് നമ്മുടെ സമയത്തെ, നമ്മൾ കൊന്നുകളയുകയാണ്. ഈ സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ദീനാറും ദിർഹമിനെ കുറിച്ച് നാളെ പരലോകത്ത് ചോദിക്കപ്പെടും പോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നിന്റെ സമ്പത്തിനെ കുറിച്ച് നാളെ മഹ്ശറിൽ ചോദ്യമുണ്ടാകും. എന്താണ്? മിന്നൈനക്തസബ്തഹു, എവിടുന്നാടോ കിട്ടിയത്? വഫീമാ അൻഫഖ്തഹു, ഏതിലേക്കാടോ വിനിയോഗിച്ചത്? എവിടുന്ന് കിട്ടി, അങ്ങോട്ട് കൊടുത്തു? ഈ ചോദ്യം നമ്മുടെ പണത്തെ സംബന്ധിച്ചുണ്ടെങ്കിൽ അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ ഉംരിഹി ഫീമാ അഫ്നാ, നമ്മുടെ ആയുഷ്കാലത്തെ കുറിച്ച് മഹ്ശറിൽ ചോദ്യമുണ്ട്. എന്തിലാണ് നീ അത് തുലച്ചു കളഞ്ഞത്? ഇത്ര കൊല്ലം നീ ജീവിച്ചു ഭൂമിയിൽ, ആ ജീവിച്ച കൊല്ലക്കാലം അത്രയും നിന്റെ സമയങ്ങൾ നീ ഏതിലേക്കായിരുന്നു നീ ചെലവഴിച്ചത്, നശിപ്പിച്ചത്? ആ കാലത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഘട്ടമെന്ന് പറയപ്പെടുന്ന യുവത്വത്തെക്കുറിച്ച് സ്പെഷ്യൽ ചോദ്യം അതിന്റെ കൂടെ വേറെ വരുമെന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. വഅൻ ശബാബിഹി, മനുഷ്യന്റെ യൗവനത്തെ കുറിച്ചും നാളെ മഹ്ശറിൽ പ്രത്യേകം ചോദ്യമുണ്ട്. ഫീമാ അബ്ലാ, ഏത് കാര്യത്തിലാണോ നിന്റെ യുവത്വം നീ നശിപ്പിച്ചു കളഞ്ഞത്? മൊത്തത്തിൽ നമുക്ക് തന്ന സെക്കൻഡുകൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, കൊല്ലങ്ങൾ, മൊത്തം നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. അതിൽ പരമപ്രധാന ഘട്ടമായ നട്ടുച്ച എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ യുവത്വ കാലഘട്ടത്തെക്കുറിച്ച് സ്പെഷ്യൽ ചോദ്യം വേറെയുമുണ്ട്.
ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരടിമയുടെയും വെച്ച കാല് അനക്കാൻ റബ്ബ് സമ്മതിക്കൂല. മഹ്ശറിലെത്തുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചോദ്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ എന്ത്? നമ്മുടെ ടൈം.